ഇന്ത്യ ദേവസഭ കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അർപ്പിക്കുന്നു. നിറൂരിന്റെ പഴയ പാസ്റ്റർ കൂടെയാണ്. അനുഗ്രഹിക്കപ്പെട്ട മകനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കും. എൻ്റെ സഹോദരൻ്റെ മകളും വിവാഹത്തിൽ കൂടി കുടുംബാജീവിതത്തിലെ വീഴ്ചയിലോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗിരിയിലെ കാനാവിലെ കല്യാണ വീടിന് എഴുന്നള്ളി കർത്താവ് വിശുദ്ധ വിവാഹത്തിൻ്റെ ആശീർവദിക്കുകയും ആ ഭവനത്തിലെ പോരായ്മകളെ പരിഹരിച്ചതുമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ കുടുംബ ജീവിതത്തിൽ ആദ്യവസാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ ചിത്രീകരണം അനുസരിച്ച് തൻ്റെ പരിശുദ്ധി ആരംഭിക്കുന്നത് ഒരു വിവാഹ ഭവനത്തിലാണ്. യഹൂദ പശ്ചാത്തലമാകുന്നു നമ്മൾ ആ വിവാഹ വീട്ടിൽ കാണുന്നു. എനിക്ക് 1 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ആ ഭവനത്തിൽ വീഞ്ഞ് പോരാതെ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് there is no wedding without wine. വീഞ്ഞില്ലാതെ വിവാഹമില്ല. ആ വീട്ടിലെ അഭിവാജ്യഘടകമായ വീഞ്ഞാണ് തീർന്നു പോകുന്നത്. ആ ഭവനത്തിൽ കർത്താവിൻ്റെ മാതാവ് ആണ് ആദ്യമായിട്ട് ആ ഭവനത്തിലെ വീഞ്ഞ് തീർന്നു പോയി എന്ന് അറിഞ്ഞത്. യഹൂദ പശ്ചാത്തലം അനുസരിച്ച് രാത്രിയിലാണ് വിവാഹം നടക്കുന്നത്. അത് മണവാട്ടിയുടെ ഭവനത്തിൽ വെച്ചാണ് യഹൂദ വിവാഹം നടക്കുന്നത്. ഒരു വിവാഹ വീട്ടിൽ ഒരൈറ്റം തീർന്നു പോയാൽ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് ആദ്യം അറിയുന്ന ആളിൻ്റെ ചുമതലയാണ് സ്വന്തം ഭവനത്തിൽ ചെന്ന് ആ ഐറ്റം എടുത്തുകൊണ്ട് വന്ന് വിളമ്പുക എന്നുള്ളത്. യഹൂദ പശ്ചാത്തലം അനുസരിച്ച് സ്ത്രീകൾ ഒരു ഭാഗത്തിരിക്കുന്നു, പുരുഷന്മാർ വേറൊരു ഭാഗത്തിരിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പുരുഷന്മാരുടെ ഭാഗത്തേക്കോ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് സ്ത്രീകളുടെ ഭാഗത്തേക്കോ വരുവാൻ അവകാശമില്ല. എന്നാൽ ഒരു മാതാവിന് മകൻ്റെ അടുക്കൽ വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഇവരുടെ വീഞ്ഞെ തീർത്തുപോയി. കർത്താവ് ആ അത്ഭുതം അവിടെ നിർവഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച് രാത്രിയിൽ ഒരു സ്ത്രീ അർദ്ധരാത്രിയിൽ തെരുവിൽ കൂടി നടന്നു പോയാൽ ആളിൻ്റെ കുടുംബങ്ങൾക്കും വിശേഷാൽ ആളിൻ്റെ ഭർത്താവിനും പോരായ്മയാണ്. അതുകൊണ്ടാണ് കർത്താവിടെ വെള്ളം വീഞ്ഞാക്കി. 2 വിധത്തിലുള്ളതായ വീഞ്ഞ് ആ ഭവനത്തിലെ വിളഞ്ഞു. ഒന്ന് മുന്തിരിയിൽ നിന്നുള്ളതായ വീഞ്ഞും കർത്താവ് വെള്ളം വീഞ്ഞാക്കിയതായ വീഞ്ഞ്. ആ വെള്ളം വീഞ്ഞാക്കിയ വീഞ്ഞ് ആദ്യം വിളഞ്ഞ വീഞ്ഞിനെക്കാട്ടിൽ മാധുര്യമേറിയതായിരുന്നു. വിവാഹത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ ജീവിപ്പാൻ പ്രിയമക്കൾക്ക് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ വാത്സല സഹോദരൻ ഡിബുവിൻ്റെ വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനിടയായതിൽ വളരെ അഭിമാനവും സന്തോഷമുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിൽ വളരെ സ്വശക്തമായ ശൈലി ഉപയോഗിച്ച് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു യുവ സഹോദരനാണ് ബ്രദർ നിബു. മുമ്പേ പാസ്റ്റർ തോമസ് അവർ ഓർപ്പിച്ചതുപോലെ സ്വശക്തമായ ശൈലിയിൽ നല്ല പുഞ്ചിരിയോടുകൂടി ഏതിനെയും കീഴടക്കുവാൻ കഴിവുള്ള, വ്യക്തിത്വമുള്ള, സംസാര ശൈലിയുള്ള, ഭാഷാശൈലിയുള്ള ഒരു യുവ സഹോദരൻ നിബു വിവാഹമെന്നാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുവാനും തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് പോലെ നന്മയും കരുണയും
നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരുവാന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്നേഹോപകാരം ഈ അവസരത്തിൽ അവർക്ക് ഇരുവർക്കുമായി ഞങ്ങൾ നൽകുന്നു. നിബു എൻ്റെ സഹോദരനാണ്. അപ്പോൾ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സുഭാഷിതം ന്യൂസ് പേപ്പറിൻ്റെ സബ് എഡിറ്ററായി ദീർഘവർഷങ്ങളായി പ്രവർത്തിക്കുന്നു. നല്ലൊരു എഴുത്തുകാരനാണ്, കഴിവുറ്റ വാഗ്മിയാണ്. കർത്താവിന് വേണ്ടി വളരെ ശക്തമായി യൗവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രിയ നിബുവിനും ഇപ്പോൾ തന്നെ തനിക്ക് ദൈവം നൽകിക്കൊടുത്ത സിജിക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സുഭാഷിതം ന്യൂസ് പേപ്പറിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മത്തൂർ IPC സഭയുടെയും റീമ പബ്ലിഷേഴ്സിൻ്റെയും ഭാവങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. മൈക്കൽ ജോൺസൺ USA. First of all, let me congratulate the new family created and instituted by God, the family of Nibu and Siji. Siji is my sister's daughter, and there are so many family members here. ഒന്നാമതായിട്ട് സിജിയുടെ ഗ്രാൻഡ് ഫാദർ മത്തായി എബ്രഹാം ആൻഡ് ഏരിയാമ എബ്രഹാം അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ we have an extended family in United States and here United States വിവിധ ഭാഗങ്ങളിലായിട്ട് അങ്കിൾസ് ആൻഡ് ആൻറ്റീസ് പലരെ ഉണ്ട്. അതുപോലെ തന്നെ ചർച്ചിനോട് ബന്ധപ്പെട്ട പലരുണ്ട്. അവർക്കൊന്നും ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടില്ല. ചുരുക്കം പേർക്ക് മാത്രമേ ഇവിടെ കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ കടന്നു വന്നിട്ടുള്ള ഇവിടെയുണ്ട്. അല്ലാതെ അവിടെയുള്ള നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ അങ്കിൾസ്, ആൻറ്റീസ് എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ആസ് യുവർ ഓൾഡസ്റ്റ് അങ്കിൾ I bless you in the name of our Lord and Savior Jesus Christ, and may God bless you in the days to come with the choicest blessings of heaven. Thank you. Sam Thomas. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ മറ്റൊരു കുടുംബം കൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ സിജിയും നെബുവിനും സമ്പൽ സമൃദ്ധവും ഐശ്വര്യസമ്പൂർണമായ ഒരു ഭാവി ജീവിതം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു, ആശംസിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവം സകല നന്മകളാലും ഇവരെ നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയ സുജിയും കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന ന്യൂയോർക്ക് ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ നിന്ന് പല സഹോദരങ്ങളായ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയുടെ എല്ലാവിധമായ ആശംസകളും ഈ അവസരം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ബ്രദർ CS മാത്യു, അത് കഴിഞ്ഞ് റവറൻഡ് ഡോക്ടർ അജി വർഗീസ്, അത് കഴിഞ്ഞ് റവറൻഡ് ജോസ് ജോൺ, അത് കഴിഞ്ഞ് ഗുഡ് ന്യൂസ് നെയിം ബാംഗ്ലൂർ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷനെ പ്രതികരിച്ച് ചാക്കോ കെ തോമസ് എന്നിവർ ആശംസകൾ അറിയിക്കുന്നു. ദൈവനാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ ലോക്കൽ തലത്തിലും സംസ്ഥാന തലത്തിലും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭയാണ് സണ്ണി മഴുക്കർ. സണ്ണി മഴുക്കറിനും പ്രഭാ സണ്ണിക്കും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളിൽ ഇളയ മകൻ നിബുവിൻ്റെ വിവാഹത്തിൽ ഞങ്ങൾ മഴുക്കർ സഭ ഒന്നിച്ച്, പ്രത്യേകിച്ച് തിരുവല്ല സൗത്ത് ഡിസ്ട്രിക്ട് ഒന്നിച്ച് സംബന്ധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിബുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക തലത്തിലും രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും ഏത് നിലയിലും നിലനിൽപ്പാൻ കഴിവുള്ളതായ ഒരു പ്രതിഭയാണ്. താനെ അതിനുള്ളതായ സ്വാധീനം തനിക്ക് ഉണ്ട്. വാക്ക് ശൈലിയിലും തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും താൻ വളരെയധികം സമർത്ഥനാണ്. ദൈവസഭയുടെ പ്രത്യേകിച്ച് തിരുവല്ല സൗത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ വൈദ്യയുടെ ഓർഗനൈസറായി വളരെ കാലങ്ങൾ തനിക്ക് സുസ്ഥിരമായ സേവനം അനുഷ്ഠിപ്പാനായിട്ട് സാധിച്ചു. തൻ്റെ ഉപരിപഠനാർത്ഥം താനെ ബാംഗ്ലൂർ പോയപ്പോഴാണ് ആ സ്ഥാനം താനെ ഒഴിവാക്കിക്കൊണ്ട് പ്രകാരം അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ഭവനത്തിന് ദൈവസഭയുടെ മഴുക്കൂർ സഭയുടെ പേരിലും തിരുവല്ല സൗത്ത് ഡിസ്ട്രിക്റ്റിന്റെ പേരിലുമുള്ളതായ എല്ലാ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ഇത്തരുണത്തിൽ മഴുക്കൂർ സഭ ഈ കുടുംബത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്നതായ ഈ പുരസ്കാരം സഭാമധ്യയെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. ഇന്ത്യയിലെ വിവിധ നിലയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് കൂടെ
പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുവാൻ കർത്താവിന്റെ ദാസന് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് വിഷൻ, ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഗ്രേറ്റ് ക്വാളിറ്റി. വളരെ ആത്മീയമായ നിലയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ദൈവദാസന്റെ വിവാഹം ദൈവം ഡിസൈൻ ചെയ്ത പദ്ധതിയായി. കർത്താവ് യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ സ്യൂട്ടബിൾ ഫോർ ഹിം. സ്യൂട്ടബിൾ ആയിട്ടുള്ള പാർട്ട്ണറെ, തുണയെ കർത്താവ് നൽകിക്കൊടുത്തു. ഞങ്ങളുടെ അറിവും അന്വേഷണത്തിലും ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ വളരെ സജീവമായി വിശ്വാസ ജീവിതത്തിലും ആത്മീയമായ ശുശ്രൂഷകളിലും സജീവമായി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവദാസന് കർത്താവ് കൂട്ടായി തുണയെ കൊടുത്തത്. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. നമുക്കറിയാം, ഏദനിൽ യഹോവയായ ദൈവമായിരുന്നു അവരുടെ വിവാഹം നടത്തിയത് എന്ന് കർത്താവിന്റെ ദാസന്മാർ ഇവിടെ പറഞ്ഞു. പല വേദികളിൽ നാം അത് കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിവാഹം പാസ്റ്റർമാരോ അച്ഛന്മാരോ ബിഷപ്പുമാരോ ഒക്കെയാണ് നടത്തുന്നത്. എന്നാൽ ഏദനിൽ നടത്തിയ വിവാഹത്തിൽ മറ്റൊരു മുഖമുണ്ടായിരുന്നു. അവർ വിവാഹിതരായി, അവർ ഒന്നായി തീർന്ന ആ കുടുംബത്തിൽ ദൈവ തേജസ് നഷ്ടപ്പെടുവാനിടയായിട്ടുണ്ട്. ദൈവ തേജസ് അവർ നഷ്ടപ്പെട്ടു. അവർ ദൈവസന്നിധിയിൽ അനുസരണമില്ലാത്തവരായി തീർന്നു. ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ അനുസരണവും വിശ്വാസവുമുള്ളവരായി ജീവിച്ചാൽ മാത്രമാണ് അവർക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനായി കഴിയത്തുള്ളൂ. സ്തോത്രം. അതെ, ഇവർ ദൈവസന്നിധിയിൽ വിശ്വാസവും അനുസരണമുള്ളവരായി തങ്ങൾ പൊടി എന്നുള്ളതായ ചിന്തയോടുകൂടെ എളിമയോടുകൂടെ ജീവിച്ച് ദൈവിക തേജസ് സ്ഥാപിച്ച് ക്രിസ്തുവിന്റെ തേജസ് സ്ഥാപിച്ച് അനുഗ്രഹിക്കപ്പെടുവാനായി ഈ കുടുംബജീവിതത്തിന് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹുവിനെ പോലെയുള്ള വളരെ വലിയ യോഗ്യതകളുള്ള ഒരു മകനെ സമ്മാനിച്ച മാതാപിതാക്കന്മാരെ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ദൈവത്തിന് നന്ദി പറയുകയാണ്. അതേ കുടുംബ പശ്ചാത്തലത്തിലുണ്ടായിരിക്കുന്ന നെഹുവിനും ഇതേപോലെ ഒരു കുടുംബത്തെ, മക്കളെ ഭാവി തലമുറയ്ക്ക് നൽകുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദിയിൽ ആദവും ഹവ്വായും ദൈവത്തിനെ വിശ്വസിച്ച സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടു. അവിശ്വസിച്ച് ഉണ്ടായ കുഞ്ഞാണ് കായൻ. പശ്ചാത്തലത്തിൽ മടങ്ങി വന്നപ്പോൾ ഉണ്ടായ കുഞ്ഞാണ് ആബേൽ. മാതാപിതാക്കൾ അറിയുക, ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഫലങ്ങൾ കുടുംബത്തിൽ വരും. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വലിയ ദർശനവും അനുഗ്രഹവും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭയുള്ള മക്കൾ ഈ നവദമ്പതികൾക്ക് ദൈവം അനുഗ്രഹമായി കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിപ്ലോസിന്റെയും ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആത്മീയ സംഗമം പ്രവർത്തകരുടെയും പേരിൽ FJ കടവൂരുണ്ട്, സ്പടികം ജോർജ്, അങ്ങനെ നിരവധി സന്നദ്ധ ഭടന്മാർ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന, നേതൃത്വത്തിലായിരിക്കുന്ന അനേകരുടെ പേരിൽ പ്രത്യേകം ഞാൻ ആശംസകളും പ്രാർത്ഥനകളും നൽകുന്നു. ഗുഡ് ന്യൂസ് കുടുംബത്തിലേക്കുള്ള ഒരു അംഗവും കൂടി വിവാഹിതനാകുന്നതിൽ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയാണ്. ബഹുമാനായ നിപുവിനും സിജിക്കും ഗുഡ് ന്യൂസ് പത്രാധിപ സമിതിയുടെ പേരിലുള്ള എല്ലാവിധ അനുഗ്രഹ ആശംസകളും മംഗള ആശംസകളും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ ഞങ്ങളുടെ ക്രിസ്തീയ പത്രപ്രവർത്തകരുടെ സംഘടനയാണ്. ആ സംഘടനയിലെ ജനറൽ സെക്രട്ടറിയുടെയാണ് ശ്രീ നിബു വെള്ളവന്താനം. ബാംഗ്ലൂരിലുള്ള ക്രൈസ്തവ മാധ്യമങ്ങളിലുള്ള പത്രപ്രവർത്തകർക്ക് ഏവർക്കും ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അവരുടെ എല്ലാവരുടെയും പേരിലും ഉള്ള മംഗള ആശംസകളും പ്രിയ നിബുവിനും സിജിക്കും നേരുന്നു. അതോടൊപ്പം പെന്തക്കോസ് 09 സംഘടനയുടെ ആശംസകളും ഇതോടൊപ്പം ഞാൻ നേരുന്നു. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ശ്രീ സ്പടികം ജോർജ്, ശ്രീ AC മാത്യു അടയാടി, അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിക്കുന്നു. Congratulations, Ibu Vici. God bless you.
വളരെ സുന്ദരമായ ദൈവികമായ വിവാഹത്തിൻ്റെ ചടങ്ങിന് നാം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. നാം അതിന് സാക്ഷികളാണ്. ഈ സമയത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ്. തീർച്ചയായും ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇപ്പോൾ ലിച്ചി വിവാഹിതരായ ദൈവകൃപയാണ്. ദീപുമായിട്ട് എനിക്ക് വളരെ വർഷത്തെ പരിചയമുണ്ട്. ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരിലാണ്. ദീപു പഠിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ ബാംഗ്ലൂരിലാണ്. ആത്മീയ സംഗമം എന്ന ക്രിസ്തീയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് വളരെ നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ സജീവമായ ഒരു ക്രിസ്തീയ ചൈതന്യത്തോടുകൂടിയ ഒരു പോരാളിയാണ് ഇപ്പോൾ എന്ന് പറയുന്നതിൽ സംശയമില്ല. വളരെയധികം ബുദ്ധിയും വിവേകവും ജ്ഞാനവും പരിശുദ്ധിയും സ്നേഹവും ഒക്കെയുള്ള നിപു തീർച്ചയായും ലിജിക്ക് വളരെ സഹായകരമാണ്. ഉത്തമനായ ഒരു ഭർത്താവിനെയാണ് ലിജിക്ക് കിട്ടിയത്. അതുപോലെ ലിജിയും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ അപരിമയമായ സ്നേഹവും അപരിമയമായ ശക്തിയും അപരിമയമായ കൃപയും ഈ ദമ്പതിമാരിലേക്ക് ചൊരുണ്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയങ്കരായ പാസ്റ്റർമാരെ, വേണമെങ്കിൽ നവദമ്പതികളിൽ ഇതുവരെ പ്രസംഗിച്ചവരൊക്കെ ദൈവത്തെ കണ്ടിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരങ്ങൾ അത്ര ഇതില്ല. എന്നാലും നിപുണും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും KM മാണിയെയും CF തോമസിൻ്റെയും ഒക്കെ പ്രതിനിധി എന്നുള്ള നിലയിൽ തോമസ് കുതിരോട്ടിലൂടെ ഇരിപ്പുണ്ട്. തമ്പിയുണ്ട്, ഉമ്മനാലുമ്പോഴുണ്ട്. ആദ്യമായിട്ട് മംഗള എഴുതുക. വിവാഹം എന്ന് പറയുന്ന ഇവിടെ സംസാരിച്ച് പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് ഇത്രമാത്രം പ്രയാസമുള്ള ഒരു ജീവിതമാണ്. ഇത്രമാത്രം കാനായിലെ കല്യാണത്തിൽ അച്ഛൻ പറഞ്ഞു മോനെ അവരെ വീണ്ടും തീർന്നു പോയി എന്നാണ്. മാതാവ് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞ വാചകമല്ല, എനിക്കും നിനക്കും എന്താണ്, എനിക്കും നിനക്കും എന്താണ് എന്ന് പറഞ്ഞു. പക്ഷെ മാതാവിടെ മൈൻഡ് ചെയ്യുന്നില്ല. മാതാവ് പറഞ്ഞത് അവൻ പറയാൻ ചെയ്യാൻ പറ്റും. ആ ചെയ്തപ്പോഴൊക്കെയാണ് 6 കൽഭരണികളാണ് യഹൂദന്മാരുടെ ഈ മരുഭൂമിയോട് നടന്നു വരുമ്പോഴുള്ള കാലി കഴുകാനായി വെച്ചിരിക്കുന്ന കൽഭരണികളാണ്. ആ കൽഭരണികളിൽ 35 ലിറ്റർ വീതം കൊള്ളും. അവരെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ 210 ലിറ്റർ കൊള്ളും. 6 പറയുമ്പോൾ 210 ലിറ്റർ കൊള്ളുന്ന അതിനകത്ത് മുഴുവൻ വീഞ്ഞാക്കി പുള്ളി മാറ്റി. യഹൂദന്മാരുടെ കല്യാണം 4 ദിവസമാണ്. 4 ദിവസമാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഉണ്ടായത്. വലിയ കല്യാണത്തിന് 500 പേര് പുറത്തുണ്ട്. 500 പേരിൽ 250-300 പേര് സ്ത്രീകളായി. പിന്നെ ഒരു 100 പേര് കിളവന്മാരൊക്കെയായി. ഒരു 150 പേര് കുട്ടികളുമൊക്കെ. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി വീഞ്ഞടിച്ചത് തീർത്തു. 100 ലിറ്റർ അവരെ ഇഷ്ടക്കണക്കിന് വീഞ്ഞൊക്കെ. പക്ഷെ എല്ലാവരും കൂടി അടിച്ചത് തീർത്ത് മാതാവിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. അപ്പോൾ ഒത്തിരി വീഞ്ഞിൻ്റെ ആവശ്യം ഇതിന് ഉണ്ടാക്കുന്നു. അപ്പോൾ കർത്താവ് വന്നിട്ട് ഉണ്ടാക്കിയല്ലോ, ഒരു ദിവസത്തേക്ക് കൊടുത്താൽ മതി. 210 ലിറ്റർ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എല്ലാം കുടിച്ച് എത്തപ്പെടുന്നതായിട്ടൊന്നുമല്ല. വീഞ്ഞ് എന്ന് പറയുന്നത് കളർഫുള്ളാണ്. വീഞ്ഞ് എന്ന് പറയുന്നത് വീര്യമുള്ളതാണ്. വീഞ്ഞ് എന്ന് പറയുന്നത് ഇരിക്കുന്നതോറും വീര്യം വർഷിക്കുന്നതാണ്. അപ്പൊ ഇത്ര ഉണ്ടാക്കി കൊടുക്കാൻ കാരണം ഇന്നത്തെ ഈ കല്യാണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ 150 ലിറ്റർ മിച്ചം വരും. ആ 150 ലിറ്റർ മിച്ചം വരുന്നത് ഇവരുടെ ഓരോ വാർഷികത്തിന് ഇവരെടുത്ത് കഴിക്കണം. അതുപോലെ തന്നെ ഇവരുടെ അനന്തര തലമുറകളിലേക്ക് കൈമാറണം. ഈ വീഡിയോ എന്ന് പറയുന്നത് പഞ്ചത്ത് കൈമാറി അറിയാമോ? അപ്പൊ വിവാഹം എന്ന് പറയുന്നത് മോനെ വീര്യമുള്ളതാണ്, കളർഫുള്ളാണ്. അതിരിക്കുന്നതോറും വീര്യം കൂടും. നിങ്ങളുടെ സന്തതികളിലേക്ക് അത് പകരാനുള്ള വീര്യം നിങ്ങൾ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ തെറ്റാണ്. ഞങ്ങളുടെ ഒരു മാർപ്പാപ്പുണ്ട്, 10ാം പീസ് മാർപ്പാപ്പ എന്നൊക്കെ പുണ്യമാക്കി കൊടുക്കുന്നത്. വേറെ $35 അദ്ദേഹം പുണ്യാനായിട്ട്. ഇപ്പോൾ അൽഫോൻസാമിനൊക്കെ ആയിരിക്കുന്ന 100 കണക്കിന് 1000 കണക്കിന് ഡോളർ ആയിരിക്കും. ഇപ്പോൾ ഇനി കിടക്കുകയാണ് ഒത്തിരി പരിപാടികൾ. ഈ $35 പുണ്യനായ അദ്ദേഹം അത്ര പാവപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് അദ്ദേഹം കർദിനാളാണ്, എനിക്ക് മാർപ്പാപ്പയുടെ ഒരു കൈമുട്ടണമെന്ന്. അമ്മ ഞാൻ കൊണ്ടുപോകാം.
അമ്മ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി മാർപ്പാപ്പാരെ കൈ എത്തിക്കാം എന്ന് പറഞ്ഞു. 2-3 കഴിഞ്ഞപ്പോൾ മകൻ മാർപ്പാപ്പായി. ഈ 10-ാം ദിവസം മാർപ്പാപ്പായി. അപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഒരു 3-4 ദിവസം അമ്മയെ കാണാൻ പോയി. അമ്മയെ കാണാൻ പോയി. അമ്മയ്ക്ക് വലിയ ആഗ്രഹമല്ലേ മാർപ്പാപ്പയുടെ കൈ മുത്തണമെന്ന്, മോനെ മുത്തണമെന്ന്. ദേ അമ്മ ഇതൊന്ന് മുത്തിക്കുക. ഞാൻ മുത്തത്തില്ല, എനിക്ക് നിന്റെ മാർപ്പാപ്പയുടെ കൈ മുത്തേണ്ട കാര്യമില്ല. നീ ആദ്യം എന്റെ വിവാഹമോചനത്തെ മുത്താൻ പറഞ്ഞു. ആ വിവാഹമോചനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നീ ആയത്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് നീയും നിന്റെ അമ്മയും എന്റെ അമ്മയും നിന്റെ അപ്പനും ഉണ്ടായ വിവാഹത്തിലുണ്ടായ മകനാണ് നീ. അതുകൊണ്ട് നീ ആദ്യം മുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ആ വിവാഹത്തിനെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വിവാഹ ജീവിതം ധന്യമാകട്ടെ. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ വിവാഹ ചർച്ച പറയും എല്ലാ തരത്തിലും മംഗളമായി തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിവാഹം. ബഹുമാന്യരെ, എൻ്റെ കൊച്ചച്ഛന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിബുവിൻ്റെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുക. ഞാൻ സുവിശേഷം പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുന്നത് പറയാം. പക്ഷേ അഭിഭാഷകൻ എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ന് വിവാഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒന്നാണ്. ദൈവദാസന്മാർ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദൈവവചനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ മധുരതരമായിരിക്കും നിങ്ങളുടെ ഭാവി ജീവിതം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല. നിബുവിനെ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹം നല്ല വിനയമുള്ള, മാന്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, വളരെ കമ്മിറ്റ്മെൻ്റുള്ള, പ്രതിബദ്ധതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന് വരുമ്പോഴും അദ്ദേഹം ചർച്ചിനോട്, സഭയോടും ദൈവത്തിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധം തുറന്നു പറയുന്നതിന് ഒരു മടിയും കാണിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് രാഷ്ട്രീയ രംഗത്ത്, ആത്മീയ രംഗത്ത്, സിനിമാ രംഗത്ത് വരെ അദ്ദേഹത്തിന് നല്ല പിടുത്തവും സ്വാധീനവും ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സണ്ണിച്ചായ ഞങ്ങളുടെയൊക്കെ ഒരു ചരിത്രമാണ്. ഇന്ന് ഈ വിവാഹത്തിന് വരുവാൻ ആഗ്രഹിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയും അവരിന്നലെ പ്രത്യേക പരിപാടിയായി മലപ്പുറത്ത് പോകേണ്ടി വന്നതുകൊണ്ട് സമയത്ത് എത്തിച്ചേരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി കൂടി ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്ന അനേക അതിപ്രശസ്തരായ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇനി സമയം കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശ്രീ രാജൻ കണ്ണാട്ട് ചെങ്ങന്നൂർ നഗരസഭാ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ തോമസ് കുതിരവട്ടം XMD ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മനോജ് അബ്രഹാം IPS കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബഹുമാന്യരായ അനേക പ്രിയപ്പെട്ടവർ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ വിവാഹാലയത്തിൽ മണവാളനും മണവാട്ടിയും ഇരുസഭയെ പ്രതിനിധീകരിച്ച് സഹോദരന്മാർ ഓരോരുത്തർ വന്ന് കഴിവതും വേഗം ഒപ്പുവയ്ക്കുവാൻ ഓർപ്പിക്കുന്നു.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പരമപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താലും ദൈവവചനത്താലും ഉഭയസമ്മതത്താലും ഭാര്യ ഭർത്താക്കന്മാരായി ചേരുവാൻ അവർക്ക് കൊടുത്ത അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് വിവാഹ ദിവസത്തേക്കാൾ വിവാഹ ജീവിതം പ്രാധാന്യമുള്ളതാകിയാൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ വരുമ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ കടന്നു ചെന്ന് പോരായ്മ നികച്ച കർത്താവിന്റെ സാന്നിധ്യം അവരുടെ ജീവിതാന്ത്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട് ഏതെങ്കിലും ഭാരം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ കേൾക്കപ്പെട്ട തിരുവെഴുത്തിന് മുൻപാകെ ഏറ്റവും സന്തോഷമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ കൃപ ചെയ്യണമേ. ഇന്ന് പകൽ കൂടി വന്ന എല്ലാവരും ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ഇരു ബന്ധുക്കളെയും അനുഗ്രഹിക്കണമേ, സമാധാനത്തോടെ അയക്കും. തുടർന്നുള്ള റിസപ്ഷനിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകും. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആകാശവും ഭൂമിയും സമുദ്രവും സകലവും സൃഷ്ടിച്ചവരും പരിപാലിക്കുന്നതിനായിട്ടുള്ള ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഞാൻ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയത്തിന്മേലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എന്നതേക്കാൾ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട വിശദീകരിക്കുവാൻ പ്രത്യേകമാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട വേളയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ ബോധപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ എൻ്റെ മകൻ നിബുവിൻ്റെയും സിജിയുടെയും വിവാഹ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിവാഹ ശുശ്രൂഷ ഇന്ന് ഇവിടെ വെച്ച് നടക്കുവാനായിട്ട് സർവ്വവല്ലഭനായ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിവാഹം ആശീർവദിച്ച ഇന്ത്യ ദേവസഭ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ PG മാത്യൂസ്, അതുപോലെ